കാലിഫോർണിയയിലെ മിർവുഡ്സ് നാഷണൽ മോണുമെൻറ്റിലേക്ക് ഞങ്ങൾ നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ പ്രസിദ്ധനായിരുന്ന പ്രകൃതി ശാസ്ത്രജ്ഞനും നാഷണൽ പാർക്ക് സിസ്റ്റത്തിൻ്റെ പിതാവും എന്നറിയപ്പെടുന്ന ജോൺ മ്യൂറിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ നാഷണൽ മോണുമെൻറ്റ് സാൻ ഫ്രാൻസിസ്കോയുടെ നോർത്ത് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 554 ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ റെഡ്വുഡ് ഫോറസ്റ്റ് ശരിക്കും ഒരു വിസ്മയ കാഴ്ച തന്നെയായിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് മിർവുഡ്സ് നാഷണൽ മോണുമെൻറ്റിലേക്ക് ഹാഫ് ഡേ ടൂർ, 1 ഡേ ടൂർ, അങ്ങനെ ഒത്തിരി ടൂർസൊക്കെ അവൈലബിൾ ആണ്. എങ്കിലും സാൻ ഫ്രാൻസിസ്കോയുടെ മറ്റൊരു വലിയ അട്രാക്ഷനായ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലൂടെ തന്നെ ഡ്രൈവ് ചെയ്തു പോകാം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു റെൻ്റ് കാറിലാണ് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. വളരെ നല്ല കാലാവസ്ഥയായിരുന്നു ആ സമയത്ത് സാൻ ഫ്രാൻസിസ്കോയിൽ. നല്ല തെളിഞ്ഞ നീല ആകാശവും നല്ല ഒരു ഇളം തണുപ്പും കുറച്ച് മഞ്ഞും അങ്ങനെയൊക്കെ ആയിട്ട് ദുബായിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നല്ലൊരു കാലാവസ്ഥ. ശരിക്കും ഞങ്ങളത് ഒത്തിരി എൻജോയ് ചെയ്തു. രാവിലെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ട്രാഫിക്കൊക്കെ നന്നേ കുറവായിരുന്നു. ഈ ടണലും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരെ കയറുന്നത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്കാണ്. നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം വലുതാണെന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നത് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ്. 6 വരി പാതയാണ് നമുക്ക് ഈ ബ്രിഡ്ജിൽ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല 2 സൈഡിലായിട്ടും സൈക്കിൾ റൂട്ടുകളുണ്ട്, പിന്നെ നടപ്പാതയുണ്ട്. ഈ മാപ്പ് നോക്കുമ്പോൾ നമുക്ക് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ അപ്പോസിഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാവും. സാൻ ഫ്രാൻസിസ്കോ സിറ്റിയെയും അതിനപ്പുറത്തുള്ള കാലിഫോർണിയയുടെ മറ്റു ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു കടലിടുക്കിന് മുകളിൽ കൂടിയുള്ള ഒരു ബ്രിഡ്ജാണിത്. ഇത് 2 തൂണുകളിലായിട്ട് ഇങ്ങനെ തൂക്കി നിർത്തിയേക്കുന്ന രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും അതിശയിപ്പിക്കുന്ന കാഴ്ചകളും അതിശയിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലൂടെയുള്ള യാത്ര. അതിൻ്റെ 2 തൂണുകളും നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഉയരത്തിലായിരുന്നു. അതുമാത്രമല്ല മഞ്ഞിൽ പുതഞ്ഞ് നിൽക്കുകയാണ്. അതുപോലെ 2 സൈഡിലുമുള്ള വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല അത് ഈ ക്യാമറയിൽ എനിക്കത് എത്ര ഒപ്പിയെടുക്കാനായിട്ട് സാധിച്ചതെന്ന്. ഇവിടെ പ്രകൃതിക്ക് ദൈവം അങ്ങ് സൗന്ദര്യം വാരിക്കോരി കൊടുത്തേക്കുകയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ മനോഹരമാണ് കാഴ്ചകൾ. നമ്മൾ ബ്രിഡ്ജിൽ നിന്ന് പാസ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിലേക്ക് നോക്കുമ്പോൾ ഒരു ചുരുള് പോലെ മഞ്ഞ് ഈ ബ്രിഡ്ജിനെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുന്നത് കാണാം. എന്നാൽ ആ ബ്രിഡ്ജിൽ നമ്മൾ പാസ് ചെയ്ത് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്കതുപോലെ മഞ്ഞ് അനുഭവപ്പെടുന്നില്ല. കുറച്ച് ദൂരം കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മിർവുഡ്സിലേക്കുള്ള ഡീവിയേഷൻ കണ്ടു. അപ്പം അതിലൂടെ എന്ന് പറഞ്ഞാൽ മലഞ്ചെരുവുകളാണ്. ഒരു സൈഡിൽ ഭയങ്കര കുത്തനെയുള്ള ഇറക്കങ്ങൾ, 2 വരി പാതയാണ് അവിടെ. അപ്പം തിരിച്ച് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ചെറിയ വഴികൾ, സൈഡിലാണെങ്കിൽ റോഡ് ബാരിയറൊക്കെ ചിലയിടത്തൊന്നും കണ്ടിട്ടില്ല. അപ്പം എന്തെങ്കിലും ഒരു കയ്യബദ്ധം വന്നാൽ അപകടത്തിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ സൂക്ഷിച്ച് വണ്ടിയൊക്കെ ഓടിച്ച് ഞങ്ങൾ മിർവുഡ്സിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ മിർവുഡ്സ് നാഷണൽ മോണുമെൻറ്റിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് അവരുടെ സൈറ്റിലൊന്ന് കയറുവാണെങ്കിൽ നമുക്ക് കുറേ ഉപകാരപ്രദമായ ഇൻഫർമേഷൻസ് കിട്ടും. ഒന്ന്, നമ്മളവിടെ ചെല്ലുന്നതിന് മുമ്പ് നമ്മൾ പാർക്കിംഗ് സ്പേസ് പ്രീ ബുക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്കവിടെ വണ്ടി പാർക്ക് ചെയ്യാനും പറ്റില്ല, നമുക്കവിടെ കയറി കാണാനും പറ്റില്ല, നേരെ തിരിച്ചു പോരേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ നെറ്റ് കണക്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ടിക്കറ്റൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് വളഞ്ഞു പുളഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ അവസാനം മിർവുഡ്സിലേക്ക് എത്തിച്ചേർന്നു. രാവിലെ ആയിട്ട് പോലും ശരിക്കും ഇവിടെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. പാർക്കിംഗ് ഏരിയയൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് തന്നെ ഒരു നല്ല ചെറിയൊരു കോഫി ഷോപ്പും വാഷ്റൂം ഫെസിലിറ്റീസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് അങ്ങനെ വേറെ ഷോപ്പുകളോ അങ്ങനത്തെ ഒന്നുമില്ല. അത് മാത്രമല്ല നടക്കാനായിട്ട് നല്ല വുഡൻ പാത്ത് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെട്ടത്. ശുദ്ധവായുവിൻ്റെ ഒരു സുഗന്ധം, ഒരു ഉണർവ് ഒക്കെ നമ്മുടെ സിരകളിലേക്ക് ഇങ്ങനെ പടരുന്ന ഒരു അനുഭവമാണ്. ഒരു ശാന്ത സുന്ദരമായൊരു സ്ഥലം.
അതുപോലെ ഞാൻ അവിടെ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ ഉണ്ട്. അവിടെയൊന്നും ഒരു കുഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പോ ഒരു കുപ്പിയോ ഒന്നും കാണാനില്ല. ഒരു പേപ്പർ കഷ്ണം പോലും അവിടെയൊന്നും ആരും വിരിച്ചിടുന്നില്ല. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ അതിൻ്റെയൊക്കെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നല്ല ചീവീടുകളുടെ ശബ്ദം, വെള്ളം ചെറുതായിട്ടിങ്ങനെ ഒഴുകുന്ന ശബ്ദം, ഏതൊരു മനസ്സിലും കവിത വിരിയുന്ന ഒരു അനുഭവം എന്നൊക്കെ വേണേൽ പറയാം. എങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ല കുളിർമ തരുന്ന പച്ചപ്പാണ് ചുറ്റും ഉള്ളത്. അതുപോലെ ഈ പടുകൂറ്റൻ മരങ്ങളാണെങ്കിൽ ഒരു 250 ഫീറ്റോളം ഉയരം വെക്കുന്ന മരങ്ങളാണ് ഇവിടെ ഉള്ളത്. എല്ലാം ഏകദേശം ഒരു 1000-1500 വർഷം പഴക്കമുള്ള മരങ്ങളാണ് ഇവിടെ പലതും കാണുന്നത്. ഒരു വിസിറ്റേഴ്സ് ആരും ഒന്നിനെ ഉപദ്രവിക്കാത്ത രീതിയിൽ എല്ലാം നല്ല ചിട്ടയോടെ നല്ല ഭംഗിയായിട്ട് അവർ സംരക്ഷിച്ചിട്ടുണ്ടതിന്. അങ്ങനെ കുറേ നല്ല മണിക്കൂറുകൾ അവിടെ ചിലവഴിച്ച് മനസ്സിലെന്നും പച്ച പിടിച്ച് നിൽക്കുന്ന കുറേ ഓർമ്മകൾ ക്യാമറയിലും മനസ്സിലും ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ പതുക്കെ മിർ വുഡ്സ് നാഷണൽ മോണുമെൻറ്റിനോട് വിട പറഞ്ഞു. അങ്ങോട്ടുള്ള യാത്ര ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നെങ്കിൽ ഇങ്ങോട്ടുള്ളത് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ലഞ്ച് എന്തായാലും സാൻ ഫ്രാൻസിസ്കോ മെയിൻ സിറ്റിയിലേക്ക് ചെന്നിട്ട് ആവാമെന്ന് കരുതി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഗോൾഡൻ ഗേറ്റ് പിടിച്ചൊക്കെ ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഉച്ച സമയത്ത് പോലും ബ്രിഡ്ജ് ഇപ്പോഴും മഞ്ഞിൽ മൂടി നിൽക്കുകയാണ്. ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വന്നത് ബ്രിഡ്ജിൻ്റെയൊക്കെ ഒരു ഫുൾ വ്യൂ കിട്ടുന്ന ഒരു ഒബ്സർവേഷൻ പോയിന്റിലേക്കാണ്. പക്ഷേ അവിടെ വന്നപ്പോഴാണേലും ഈ മഞ്ഞ് മൂടി നിൽക്കുന്നത് കൊണ്ട് ബ്രിഡ്ജിൻ്റെ ഒരു നല്ല വ്യൂ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ആ മൂടി കിടക്കുന്ന മഞ്ഞിൻ്റെ ഒരു വ്യൂ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര കാറ്റും നല്ല തണുപ്പും ആയതുകൊണ്ട്, അത് മാത്രമല്ല ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യാതെ വേഗം അവിടെ നിന്ന് തന്നെ ഞങ്ങളൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇവിടെ ഇവർ ഈ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആയതുകൊണ്ടായിരിക്കും ബ്രെഡ് ക്രാബിൻ്റെ ഷേപ്പിൽ ബേക്ക് ചെയ്ത് വെച്ചേക്കുന്നു. ഇത് ഷോയ്ക്ക് വെച്ചേക്കുന്നതാണെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട്. അതുപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല ഒത്തിരി ഫോട്ടോസ് എല്ലാം വെച്ച് നല്ല ഭംഗിയാക്കി ചെയ്തേക്കുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റ്. സാൻ ഫ്രാൻസിസ്കോയിൽ നമ്മളിപ്പോൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ ഒത്തിരി ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം പോകുക എന്ന് പറഞ്ഞാൽ ഈ ഒരു 3-4 ദിവസം കൊണ്ട് ഒരിക്കലും പോസിബിൾ അല്ല. എങ്കിലും മാപ്പ് നോക്കിയിട്ട് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു ഒബ്സർവേഷൻ ടവറാണിത്. കോയ് ടവർ എന്ന് പറയും. നല്ല മനോഹരമായ ഒരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടവറാണിത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി നോക്കിയാൽ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയുടെ ഒരു 360 വ്യൂ നമുക്ക് കിട്ടും എന്നാണ് കണ്ടത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അവിടെ ഒന്ന് പോയി. നല്ല രസമായിരുന്നു. നല്ലൊരു പനോരമിക് വ്യൂ അവിടെ നിന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോയത് ഗിരാർഡലി സ്ക്വയർ എന്ന് പറയും. അതായത് സാൻ ഫ്രാൻസിസ്കോയിൽ പോകുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു നല്ല ചോക്ലേറ്റ് ബ്രാൻഡാണ് ഗിരാർഡലി. അപ്പോൾ അവിടെ പോയി അവിടെ ചോക്ലേറ്റിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ അവർ നമ്മളിങ്ങനെ കാണിക്കുന്നുണ്ട്. അവരുടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തു. അതുപോലെ അവിടെ നിന്ന് കുറേ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച്. അപ്പം സാധാരണ ഓൾമോസ്റ്റ് എല്ലാ ചോക്ലേറ്റും ദുബായിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇത് നമ്മൾ അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഇത് തന്നെയാണ് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.